ആലപ്പുഴ ബീച്ചിൽ സംഘടിപ്പിച്ച കാർണിവലുമായി ബന്ധപ്പെട്ട മാലിന്യ പ്രശ്നം ചൂണ്ടിക്കാട്ടി ജില്ലാ കളക്ടർക്ക് നഗരസഭയിലെ LDF കൗൺസിലർമാർ നിവേദനം നൽകി. ബീച്ചിലെ മാലിന്യ പ്രശ്നങ്ങൾക്ക് അടിയന്തര പരിഹാരം കാണണമെന്നും കാർണിവലിന്റെ മറവിൽ നടത്തിയ അഴിമതിയെക്കുറിച്ച് അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് നിവേദനം നൽകിയത്. ആലപ്പുഴ ബീച്ചിലെ വിവാദമായ കാർണിവലിനെ സംബന്ധിച്ചാണ് LDF കൗൺസിലർമാർ ജില്ലാ കളക്ടർ ഷാജി വി നായരെ സന്ദർശിച്ച് നിവേദനം നൽകിയത്. കാർണിവലിനെ തുടർന്നുണ്ടായ ഗുരുതരമായ മാലിന്യ പ്രശ്നവും കോടികളുടെ അഴിമതിയും ചൂണ്ടിക്കാട്ടിയായിരുന്നു നിവേദനം. സ്ഥലം നേരിട്ട് സന്ദർശിച്ച് കാര്യങ്ങൾ ബോധ്യപ്പെടണമെന്ന് LDF കൗൺസിലർമാർ ആവശ്യപ്പെട്ടു. അടിയന്തര സ്വഭാവത്തിൽ ബീച്ച് സന്ദർശിക്കുമെന്ന് ജില്ലാ കളക്ടർ ഉറപ്പു നൽകിയതായി നഗരസഭാ പ്രതിപക്ഷ നേതാവ് VG വിഷ്ണു പറഞ്ഞു. കഴിഞ്ഞ ദിവസം ആലപ്പുഴ ബീച്ച് സന്ദർശിച്ചിരുന്നു. അപ്പോൾ ആ ബീച്ചിൻ്റെ സന്ദർശന വേളയിൽ തന്നെ അവിടുത്തെ ഗുരുതരമായ പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന മാലിന്യങ്ങളും അതുമായി ബന്ധപ്പെട്ട് അടുത്തൊരു വർഷക്കാലം ഇടതടവില്ലാതെ പ്രവർത്തിച്ചാൽ പോലും പഴയ പൂർവ്വസ്ഥിതിയിലാക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് ആ ബീച്ച് മാറിയിരിക്കുന്നു. ഇത് വളരെ വേദനയോടെയാണ് ശരിക്കും ജനപ്രതിനിധികൾ അത് കാണാനിടയായത്. അപ്പോൾ അത് കണ്ടതിന് ശേഷം ഞങ്ങൾ ജില്ലാ കളക്ടറോട് ഈ വിഷയം ഞങ്ങൾ കണ്ട വിഷയങ്ങളെ സംബന്ധിച്ച് നേരിട്ട് ബോധ്യപ്പെടുന്നതിൻ്റെ ഭാഗമായി രേഖാമൂലം ഒരു നിവേദനം തയ്യാറാക്കി ആലപ്പുഴ ജില്ലാ കളക്ടർക്ക് ഞങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം വളരെ ഉത്തരവാദിത്വത്തോടെ സ്നേഹത്തോടെയാണ് ആ പരാതികളെല്ലാം കേട്ടത്. ഈ വസ്തുതകൾ സംബന്ധിച്ച് അദ്ദേഹം നേരിട്ട് ആ പ്രദേശം സന്ദർശിച്ച് ഇത് അവിടെ ഉള്ള ആ മാലിന്യ വിഷയങ്ങൾ മനസ്സിലാക്കി അടിയന്തരമായി ഇടപെടൽ നടത്തണമെന്നാണ് നമ്മൾ ആവശ്യപ്പെട്ടത്. അതുതന്നെയല്ല, ഇനി വരാൻ പോകുന്ന നാളുകളിൽ ഇതുപോലെയുള്ള നിരവധി കാർണിവൽ ഗ്രൂപ്പുകൾ ആലപ്പുഴ നഗരത്തിനകത്ത് വരാൻ തയ്യാറായി വരുന്നുണ്ട്. ഇതൊരു അനാവശ്യമായ കോക്കസാണ് ഇത്തരം കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് ഏത് വിധത്തിലും ആലപ്പുഴ നഗരത്തിന് കീഴിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രമായ ആലപ്പുഴ ബീച്ചിനെ സംരക്ഷിക്കാൻ കഴിയുന്ന നിലയിലുള്ള ജനകീയ പ്രതിരോധം തീർക്കാൻ കഴിയുന്ന നിലപാടുകളുമായി ഇടതുപക്ഷം മുന്നോട്ട് പോകും. ആ നിലയിൽ ശക്തമായ ഇടപെടലുകൾ ഞങ്ങൾ ആലപ്പുഴ നഗരസഭാ കൗൺസിലിനകത്ത് ഈ നാളിൽ കഴിഞ്ഞ ദിവസങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. ബീച്ച് എന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ ഏറ്റവും സാധാരണക്കാരൻ ഉപയോഗിക്കുന്നത്, എല്ലാവരും ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് സ്ഥലത്ത് പറയുന്നത് ശരിയാണെങ്കിൽ ബാക്ടീരിയ ഇത്ര ഉണ്ടായി എന്ന് പറയുന്ന ഒരു വിഷയമാണ്. ഇപ്പോഴും അതവിടെ വേസ്റ്റ് ഫുള്ളായിട്ട് നീക്കം ചെയ്യുന്നത്. സാർ ഒന്ന് ഈ പറഞ്ഞ ഗൗരവത്തിൽ സാറൊന്ന് ആ സ്ഥലം ഒന്ന് സന്ദർശിക്കണം. അതെ, സാറൊന്ന് പോണം. ഏത് ദിവസം രാവിലെ നടക്കാൻ ഇറങ്ങുമ്പോൾ സാറിന് ചെന്നാൽ മതി. അപ്പൊ കാണാം, നമുക്ക് സാർ അങ്ങോട്ട് നടന്നു കയറാൻ പറ്റാത്ത സ്ഥിതിയിലാണ് ഇപ്പോഴും മൊത്തം. അതായത് ആ മണല് പൂർവ്വസ്ഥിതിയിലാക്കണമെന്ന് മിനിമം ഒരു വർഷം കൂടി. ഇത് അതെ, ഭയങ്കരമായ കുഴികളൊക്കെ എടുത്തിട്ട് വല്ലാത്ത രീതിയിലുള്ള കാര്യങ്ങൾ, പ്ലൈവുഡിന്റെ വേസ്റ്റുകളും എല്ലാം നമുക്ക് ക്ലിയർ ചെയ്തേ പറ്റൂ, മതിയാവും. ക്ലിയർ ചെയ്യുന്നതിന് എത്ര തുകയായാലും ഇവരുടെ തുകയെടുത്ത് ക്ലിയർ ചെയ്യാതെ. തുറമുഖ വകുപ്പിന്റെ അധികാരികൾക്ക് കരാർ കമ്പനി നൽകിയ ഡെപ്പോസിറ്റ് തുക തിരികെ നൽകാതെ നടപടി സ്വീകരിക്കാൻ നിർദ്ദേശം നൽകുമെന്ന് കളക്ടർ അറിയിച്ചതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു.